40 സങ്കീർത്തനം 4 വാക്യം. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 7ാമത്തെ ഭാഗ്യാനുഭവത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണത്തെക്കുറിച്ചുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ ആശ്രയിക്കുമ്പോഴും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അനുഗ്രഹം അനുഭവിക്കാനാവുകയില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ജീവിതത്തിൽ വീഴ്ചകളോ കുറവുകളോ തെറ്റുകളോ സംഭവിക്കുന്നതിനെക്കുറിച്ചല്ല, ബോധപൂർവം പാപവഴി തെരഞ്ഞെടുത്ത് അതിൽ ജീവിക്കുകയും യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ആവശ്യങ്ങൾ നടത്തിത്തരാനുള്ള ഒരു മാർഗമായി മാത്രം ദൈവാശ്രയത്തെ കാണുകയും ചെയ്യുന്നവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. മനുഷ്യൻ ബലഹീനനാണ് എന്നതിനാൽ പൂർണ്ണമായും നീതി പ്രവർത്തിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നത് സത്യമാണ്. എന്നാൽ ബോധപൂർവം പാപത്തെ ജീവിത ശൈലിയാക്കുന്നവർക്ക് ദൈവത്തെ ആശ്രയിച്ച് ഭാഗ്യവാനാകാൻ കഴിയില്ല. ഇവിടെ പറയുന്ന സ്വഭാവ ഗുണം നിഗളികളെയും കള്ളങ്ങളിലേക്ക് ചായുകയും ചെയ്യുന്നവരെ ആദരിക്കാതിരിക്കുന്നവനാവുക എന്നതാണ്. ആദരിക്കുക എന്നതിനർത്ഥം ഇവിടുത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരുമായി ചങ്ങാത്തം കൂടുകയോ അവരുടെ ജീവിത ശൈലിയെക്കുറിച്ച് സാമർഥ്യമുള്ളത് എന്ന് ചിന്തിക്കുകയോ ചെയ്യരുത് എന്നാണ്. കാരണം അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയും അവരുടെ ജീവിത ശൈലി അനുകരിക്കാൻ പ്രലോഭിപ്പിക്കുകയും അവരുടെ പാപത്തിൽ പങ്കാളിയാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവവുമായുള്ള തൻ്റെ ബന്ധം അകലുകയും അവരെപ്പോലെ പാപവഴികളിൽ വീഴുകയും ചെയ്യും. നിഗളവും വ്യാജവും ഒരു ദൈവപൈതലിന് ഉൾക്കൊള്ളാനോ അതുമായി സന്ധി ചെയ്യാനോ കഴിയുന്നതല്ല. അതിനാൽ ഉള്ള ഉയർച്ചകളും നേട്ടങ്ങളും ഉപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ സഹായമായിരിക്കും. ഈ സ്വഭാവം രണ്ടും പിശാചിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളാണ്. ആദ്യം അവൻ നിഗളിച്ച് ദൈവമാക്കിയിരുന്ന വാഴ്ച നഷ്ടമാക്കി. പിന്നീട് അവൻ വ്യാജം പറഞ്ഞ് മനുഷ്യനെ അവൻ്റെ വാഴ്ചയിൽ നിന്ന് തള്ളിയിടാൻ പ്രവർത്തിച്ചു. ആകയാൽ ഇവ രണ്ടും പൂർണ്ണമായും നമുക്ക് അകറ്റി നിർത്താം. ഗാഡ് ബ്ലസ് യു.